Hi students, നമ്മൾ കഴിഞ്ഞ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ഇലക്ട്രിക് ഡൈപോളുകളെ കുറിച്ചിട്ടായിരുന്നു അല്ലേ? എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞു? ഇലക്ട്രിക് ഡൈപോളുകളുടെ ആക്സിയൽ ലൈനിലും അതുപോലെ ഇക്വറ്റോറിയൽ ലൈനിലും വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ നോക്കി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടൊന്ന് റീകാൾ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോകാം. കാരണം അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമുക്കിന്ന് എടുക്കാനുള്ളത്. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് അല്ലേ? ഒരു പ്ലസ് ക്യൂ ഒരു മൈനസ് ക്യൂ സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മാൾ ഡിസ്റ്റൻസ്, വളരെ ചെറിയ ഡിസ്റ്റൻസിൽ രണ്ട് ചാർജുകൾ ഇരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക് ഡൈപോൾ എന്നാണ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജുകളാണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ എന്താണ് അതിൻ്റെ പൊളാരിറ്റി എന്താണ്? ഓപ്പോസിറ്റ് ആണ്. ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ മറ്റൊന്ന് നെഗറ്റീവ് ആണ്. ആ രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ഈ ഡൈപോളിൻ്റെ സ്ട്രെങ്ത് പറയാൻ നമ്മൾ യൂസ് ചെയ്ത ടേമാണ് ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഏതെങ്കിലും ഒരു ചാർജ് ഇൻറ്റു ആ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, പ്രൊഡക്റ്റ് ഓഫ് എനി വൺ ഓഫ് ദി ചാർജസ് ആൻഡ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദി ചാർജസ് അല്ലേ? അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡൈപോൾ മൊമെൻറ്റ് കിട്ടും. ഡൈപോൾ മൊമെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ ഡയറക്ഷൻ എവിടുന്ന് എങ്ങോട്ടായിരുന്നു? ഫ്രം നെഗറ്റീവ് ടുവേർഡ്സ് പോസിറ്റീവ്. നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കായിരുന്നു ഇതിൻ്റെ ഡയറക്ഷൻ വന്നത്, ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ വന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ആയിരുന്നു. ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡൈപോൾ എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ചാർജുകളെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് ഏത്? ആക്സിയൽ ലൈൻ. അപ്പോൾ ആക്സിയൽ ലൈനിൽ നമ്മൾ ഒരു പി എന്നുള്ളൊരു പോയിന്റ് കൺസിഡർ ചെയ്തു. സെൻറ്ററിൽ നിന്ന് ആർ ഡിസ്റ്റൻസിൽ കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് അവിടെ കിട്ടിയ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എത്രയായിരുന്നു? ഈസ് ഈക്വൽ ടു 2p ഡിവൈഡഡ് ബൈ 4πε0 ആർ ക്യൂബ്. ഇതിൻ്റെ ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെ തന്നെയായിരുന്നു? എലോങ് വെക്റ്റർ പി. അതായത് ഡൈപോൾ മൊമെൻറ്റിൻ്റെ സെയിം ഡയറക്ഷനിൽ തന്നെയായിരുന്നു ഏത്? അവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും ഡയറക്ഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് എന്തായിരുന്നു? ഇക്വറ്റോറിയൽ ലൈനിൽ എന്താണെന്നുള്ളതാണ്. ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് ചാർജുകൾ പ്ലസ് ക്യൂ മൈനസ് ക്യൂ, ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുന്ന ലൈനാണ് ഏത്? ഇക്വറ്റോറിയൽ ലൈൻ. ഇവിടെ പി എന്നുള്ളൊരു പോയിൻ്റ് എടുത്തു, പ്ലസ് ക്യൂ മൂലം നമ്മൾ പുറത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് വരച്ചു, മൈനസ് ക്യൂ മൂലം ടുവേർഡ്സ് ഇലക്ട്രിക് ഫീൽഡ് വരച്ചു. റിസൾട്ടൻ്റ് കാണാൻ വേണ്ടിയിട്ട് ഇതിനെ രണ്ടിനെയും സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ലാസ്റ്റ് എന്തുണ്ടായിരുന്നു? ഈ ക്യൂ കോസ് തീറ്റ, രണ്ട് ഈ ക്യൂ കോസ് തീറ്റ ഉണ്ടായിരുന്നില്ല, ഈ പ്ലസ് ക്യൂ കോസ് തീറ്റ, അതുപോലെ ഈ മൈനസ് ക്യൂ കോസ് തീറ്റ. എങ്ങനെയായിരുന്നു അതിൻ്റെ ഫിഗർ വന്നിരുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് നമ്മൾ. അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു പി ഡിവൈഡഡ് ബൈ 4πε0 ആർ ക്യൂബ്. നോക്കുക, ഇക്വറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ആക്സിയൽ ലൈനിൻ്റെ നേരെ ഹാഫാണ്. ഇവിടെ 2p ഡിവൈഡഡ് ബൈ ആണ്, ഇവിടെ p ഡിവൈഡഡ് ബൈ ആണ്. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് നോക്കുക? മൈനസ് ക്യൂവിൽ നിന്ന് പ്ലസ് ക്യൂവിലേക്കാണ് വെക്റ്റർ പി അല്ലേ? അതേസമയം ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്? നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏതിന് ഓപ്പോസിറ്റാണ്? ഡൈപോൾ മൊമെൻറ്റിന് ഓപ്പോസിറ്റാണ്. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഇന്നത്തെ സെഷനിൽ ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു ഇലക്ട്രിക് ഡൈപോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. ഒരു ഇലക്ട്രിക് ഡൈപോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നോക്കുക, നമ്മളൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ ചെയ്തു. ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു ഡൈപോൾ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. മൈനസ് ക്യൂ പ്ലസ് ക്യൂ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2a. ഈ ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡിനായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമുക്ക് തൽക്കാലം തീറ്റ എന്ന് കൺസിഡർ ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡിനായിട്ട് ഡൈപോൾ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ഇത്രയുമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഡൈപോൾ ഇവിടെ ഇരുന്ന് എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെയിം ചാർജുകൾ റിപ്പൽ ചെയ്യും, ഓപ്പോസിറ്റ് ചാർജുകൾ എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിൽ ഇരുന്നാൽ നോക്കുക, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എവിടുന്ന് എങ്ങോട്ടാണ്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. അപ്പോൾ ഇവിടെ എവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ എവിടെ എന്തുണ്ടാവും? ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവാം. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ആണുള്ളതെങ്കിൽ ഈ പോസിറ്റീവും എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അല്ല, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള ഈ നെഗറ്റീവും പോസിറ്റീവും എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ചാർജിൽ എന്തുണ്ടായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. ആണ് ഇലക്ട്രിക് ഫീൽഡ് എടുത്തിട്ടുള്ളത്. അതേസമയം നമ്മൾ നെഗറ്റീവ് ക്യൂ എടുത്താലോ? നെഗറ്റീവ് ക്യൂ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ മൈനസ് ക്യൂ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇതും എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും.
അല്ലെങ്കിൽ ഇവിടെ ഒരു നെഗറ്റീവ് ആണെങ്കിൽ ഇതും റിപ്പൽ ചെയ്യും. അപ്പോഴെന്തായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊരു ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യും. നോക്കുക, ഇതാണ് ഇപ്പോൾ ഡൈപോൾ എന്ന് കൺസിഡർ ചെയ്താൽ ഇതാണ് ഡൈപോളിൻ്റെ മുകളിലൊരു ഫോഴ്സ് ഇങ്ങോട്ട്, ഈ ഡയറക്ഷനിൽ ഇങ്ങോട്ട്, ഡൈപോളിൻ്റെ താഴെ ഒരു ഫോഴ്സ് ഈ ഡയറക്ഷനിൽ ഇങ്ങോട്ട്. ഈ രണ്ട് ഫോഴ്സും ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഡൈപോൾ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അവിടെ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഡൈപോളിലൊരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കും ഇതാണ്, ടോർക്ക് ആക്ടിങ് ഓൺ ആൻ ഇലക്ട്രിക് ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇരുന്നാൽ ഒരു ഡൈപോളിൽ ആക്ട് ചെയ്യുന്ന ടോർക്കിൻ്റെ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നോക്കുക, ഇവിടെ ഈ രണ്ട് ഫോഴ്സ് മൂലം എന്ത് ക്രിയേറ്റ് ചെയ്യും? നമ്മൾ പറഞ്ഞു ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. കാരണം അവിടെ രണ്ട് ഫോഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് ഡയറക്ഷനിലാണ്. രണ്ട് ഫോഴ്സിൻ്റെയും ലൈൻ ഓഫ് ആക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ നമ്മൾ റൊട്ടേഷൻ എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചതാണ് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ടോർക്ക് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പൽ ടോ. ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ഫോഴ്സ് എങ്ങനെയാണ് കാണുക? ഫോഴ്സ് കാണാൻ നമുക്ക് എന്ത് ഇക്വേഷൻ ഉണ്ട്? ഒരു ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷനാണ് എന്ത്? എഫ് ഈസ് ഈക്വൽ ടു ക്യു ഇ. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എഫ് ഈസ് ഈക്വൽ ടു ക്യു ഇ. അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് ഓർമ്മയില്ലാത്തവരിത് ആലോചിച്ചാൽ മതി. ഇ ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? എഫ് ബൈ ക്യു എന്ന് പഠിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് എഴുതുന്നത്? എഫ് ഈസ് ഈക്വൽ ടു ക്യു ഇൻറ്റു ഇ. രണ്ട് ചാർജിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്ത് തന്നെയാണ്? സെയിം ആണ് അല്ലേ? അപ്പോൾ പ്ലസ് ക്യു എടുത്താലും മൈനസ് ക്യു എടുത്താലും ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി നമുക്ക് എന്തുകൂടി വേണം? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണാൻ ഒന്നുകിൽ നമുക്കിതിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒറ്റ ലെങ്ത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ഫോഴ്സുകളുടെയും ലൈൻ ഓഫ് ആക്ഷൻ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ, ആ ഒരു ഡിസ്റ്റൻസാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അത് കാണാൻ നമ്മളിതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു നോർമൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നോക്കുക, ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. മനസ്സിലാവാൻ നമുക്ക് ഈ പോയിന്റിനെ എ എന്നും ഇതിനെ ബി എന്നും ഇതിനെ സി എന്നും എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിൽ നിന്ന് ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതിന് ഈക്വലാണ്? ബി സിക്ക് ഈക്വലാണ്. അപ്പോൾ നമുക്ക് എന്താ കാണേണ്ടത്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബി സി ഈസ് ഈക്വൽ ടു, ബി സി കാൽക്കുലേറ്റ് ചെയ്യണം. ബി സി കാണാൻ നമുക്ക് എന്തൊക്കെ ഡാറ്റ ഉണ്ട്? ഇവിടുത്തെ ആംഗിൾ തീറ്റയാണെന്നുണ്ട്, ഈ ഡിസ്റ്റൻസ് എന്തുണ്ട്? 2a ആണെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് സൈൻ തീറ്റ കണ്ടാൽ എന്താ കിട്ടുക? ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന് സൈൻ തീറ്റ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. സൈൻ തീറ്റ കാൽക്കുലേറ്റ് ചെയ്താൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ബി സി ആണ്, ഹൈപ്പോട്ടന്യൂസ് 2a ആണ്. അപ്പോൾ ബി സി ഡിവൈഡഡ് ബൈ 2a. അങ്ങനെയാണെങ്കിൽ ബി സി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 2a സൈൻ തീറ്റ. ഈ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്ക് ടോർക്കിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫോഴ്സ് എന്തുണ്ട്? ക്യു ഇ ഉണ്ട്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ത് കിട്ടി? 2a സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ ടോർക്കിൻ്റെ വാല്യൂ എന്തായിരിക്കും വരിക? ടോർക്ക് ഈസ് ഈക്വൽ ടു ക്യു ഇ ഇൻറ്റു 2a സൈൻ തീറ്റ. ക്യു ഇൻറ്റു 2a നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണ്? ഡൈപോൾ മൊമെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെന്ത് കൊടുക്കാം? പി എന്ന് കൊടുക്കുകയാണെങ്കിൽ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്ത് കിട്ടും? പി ഇ സൈൻ തീറ്റ. അല്ലെങ്കിൽ ഇതിന് ഏത് ഫോമിലും കൂടി നമുക്ക് എഴുതാം? ടോർക്ക് ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ. കഴിഞ്ഞ പഠിച്ചതാണ്. എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ. ആ ഫോം യൂസ് ചെയ്യുകയാണെങ്കിൽ ടോർക്ക് ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? ഒരു ഇലക്ട്രിക് ഡൈപോള് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുകയാണെങ്കിൽ അതിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ആ ടോർക്കിൻ്റെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ, അല്ലെങ്കിൽ ഡൈപോള് ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുമ്പോൾ ആക്ട് ചെയ്യുന്ന ടോർക്ക് കാണാനുള്ള ഇക്വേഷനാണ് എന്ത്? പി ഇ സൈൻ തീറ്റ അല്ലെങ്കിൽ പി ക്രോസ് ഇ. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം കൂടി നോക്കുക. ഈ ഡൈപോള് ഫീൽഡിന് പാരലലായിട്ടാണ് ഇരിക്കുന്നതെങ്കിലോ? ഡൈപോൾ ഇരിക്കുന്നത് ഫീൽഡിൻ്റെ ഈ ഡയറക്ഷനിൽ ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ മൈനസ് ക്യൂവിൽ ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും, പ്ലസ് ക്യൂവിൽ ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും. ഇത് രണ്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ ഇതിൽ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുമോ? ഇല്ല. അല്ലെങ്കിൽ അപ്പോൾ അവിടുത്തെ ആംഗിൾ എത്രയാണ്? തീറ്റയാണ്. തീറ്റ 0 ആണെങ്കിൽ പി സൈൻ 0, സൈൻ 0 എത്രയാണ്? 0 ആണ്. അപ്പം നമുക്ക് അതിൻ്റെ രണ്ട് കേസ് കൂടി നോക്കി നോക്കാം. ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 0, തീറ്റ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈപോൾ എങ്ങനെ അലൈൻ ചെയ്യണം? ഫീൽഡിന് പാരലായിട്ട് അലൈൻ ചെയ്യണം. ഫീൽഡിന് പാരലായിട്ട് അലൈൻ ചെയ്യുകയാണെങ്കിൽ ടോർക്കിൻ്റെ വാല്യൂ എന്തായിരിക്കും? പി ഇ സൈൻ 0. ടോർക്ക്
സീറോ ആയിരിക്കും. അവിടെ റൊട്ടേഷണൽ മോഷൻ ഉണ്ടായിരിക്കില്ല. കാരണം ഫോഴ്സ് വരുന്നത് എങ്ങനെയാണ്? ഒന്നിൽ ഇങ്ങോട്ടും പിടിച്ചു വലിക്കും, മറ്റതിൽ ഇങ്ങോട്ടും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലേ. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരിക്കില്ല. ഇനി ടോർക്ക് മാക്സിമം ആവുന്ന എപ്പോഴായിരിക്കും? തീറ്റയുടെ വാല്യൂ 90 ആകുമ്പോഴായിരിക്കും. 90 ആവുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണം? ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കണം. പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കുന്ന സമയത്ത് PE ഇൻറ്റു സൈൻ 90, സൈൻ 90യുടെ വാല്യൂ 1. അങ്ങനെയാണെങ്കിൽ ടോർക്ക് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? P ഇൻറ്റു E. ഇതാണ് എന്താ അവിടുത്തെ മാക്സിമം ടോർക്ക്, P ഇൻറ്റു E. അപ്പോൾ മാക്സിമം ടോർക്ക് കിട്ടണമെങ്കിൽ എങ്ങനെ ഇരിക്കണം? ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം ഏതിരിക്കാൻ? ഡൈപോള് അലൈൻ ചെയ്യാൻ. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നോക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഡൈപോൾ ഇരിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞത്? ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? അവിടെ ഒരു റൊട്ടേഷണൽ മോഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ടോർക്ക് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതേസമയം ഈ ഡൈപോൾ ഇരിക്കുന്നത് ഒരു നോൺ യൂണിഫോം ഫീൽഡിലാണെന്ന് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തതാണ് യൂണിഫോം ഫീൽഡാണ് അല്ലേ. ഒരു നോൺ യൂണിഫോം ഫീൽഡ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഫീൽഡിൻ്റെ വാല്യൂ എന്തായിരിക്കില്ല? ഈക്വൽ ആയിരിക്കില്ല. ഈക്വൽ അല്ലാതെ വന്നാൽ എന്താ സംഭവിക്കുക? രണ്ട് ചാർജിലും അനുഭവപ്പെടുന്ന ഫോഴ്സും എന്താവണമെന്നില്ല? ഈക്വൽ ആവണമെന്നില്ല. ഫീൽഡിൻ്റെ സ്ട്രെങ്ത് മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ വാല്യൂ മാറും, ഫോഴ്സ് മാറും. അപ്പോൾ ഒരു നോൺ യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ, ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് യൂണിഫോം ഫീൽഡിനെ കുറിച്ചിട്ടായിരുന്നു. ഒരു നോൺ യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ അവിടെ റൊട്ടേഷനും അതുപോലെ തന്നെ ട്രാൻസ്ലേഷനും അനുഭവപ്പെടും. റൊട്ടേഷനും ഉണ്ടായിരിക്കും, ട്രാൻസ്ലേഷനും ഉണ്ടായിരിക്കും. നമ്മൾ ഈ പറഞ്ഞ കേസിനെ നോക്കിയാൽ മതി. രണ്ടിലും ഈക്വൽ ഫോഴ്സ് ആണെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യും. അതേസമയം നോക്കുക, ഇവിടെ ഇങ്ങോട്ടുള്ള ഫോഴ്സ് കുറച്ച് കൂടുതൽ, ഇങ്ങോട്ടുള്ള ഫോഴ്സ് കുറവാണ്. എന്താ സംഭവിക്കുക? ഇത് ഈ റൊട്ടേറ്റ് ചെയ്യുന്നതിനോടൊപ്പം എന്ത് ചെയ്യും? മറ്റേ നേരത്തെ ഇവിടുന്ന് നേരെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ റൊട്ടേറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഈ ഡയറക്ഷനിൽ എന്ത് ചെയ്യും? കുറച്ച് അങ്ങോട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. ഒരു ട്രാൻസ്ലേഷൻ മോഷൻ കൂടി അവിടെ അനുഭവപ്പെടും. എങ്ങനെയാണെങ്കിൽ നോൺ യൂണിഫോം ഫീൽഡിലാണ് ഡൈപോൾ ഇരിക്കുന്നതെങ്കിൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ഒരു ഇലക്ട്രിക് ഡൈപോള് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുകയാണെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്ക് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. PE സൈൻ തീറ്റയാണ്. ഒരു നോൺ യൂണിഫോം ഫീൽഡിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? റൊട്ടേഷൻ മോഷനും ഉണ്ടായിരിക്കും, ട്രാൻസ്ലേഷൻ മോഷനും ഉണ്ടായിരിക്കും എന്നും പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത സെഷനിൽ എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ്, ഏതൊക്കെയാണ് ചാർജ് ഡെൻസിറ്റീസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. പിന്നെ നമുക്ക് ആ ചാപ്റ്ററിൽ ഗോസസ് ലോയും അതിൻ്റെ അപ്ലിക്കേഷനും കൂടിയും ബാക്കിയുണ്ട്. ഓക്കെ, താങ്ക് യു.